ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധി തന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിയുന്ന സമയത്ത് നീലിമയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. ആ ഒരു സമയത്ത് ഗുണ്ടകൾ നീലിമയുടെ കയ്യിൽ നിന്ന് തടി തപ്പുന്നതിന് വേണ്ടിയിട്ട് നല്ല കള്ളത്തരം തന്നെ പറയുന്നുണ്ടല്ലോ. 3-4 പേർ വന്ന് മെഷീൻ ഗണ്ണുമായിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, അങ്ങനെയാണ് സുധിയെ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെയാണ് ഗുണ്ടകൾ പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ നീലിമ പറയുന്നുണ്ട്, എന്തായാലും അവൻ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ചിട്ട് നീലിമേനെ തിരിച്ച് കാനഡയിലേക്കുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഇതേ സമയം തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛമ്മ പോകാതിരിക്കുന്ന സമയത്ത് രേവതി വർഷയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്തെ, നിനക്കറിയാലോ രേവതി മോളെ, നിന്നോട് അച്ഛമ്മ എല്ലാം പറഞ്ഞതില്ലേ, അച്ഛമ്മ കൃത്യസമയത്ത് തന്നെ ചെന്നില്ല എന്നാണ്. ഇവിടുത്തെ പണിക്കാരെല്ലാം ചെയ്തോളും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ വയലിലേക്ക് ഇറങ്ങുന്നതിന് അവരെ കൂടെ സഹായിക്കുന്നത് എൻ്റെ ഒരു കൈ ഉണ്ടെങ്കിൽ ശരിയാവുകയുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് തിരിച്ചു വരാമെന്നൊക്കെ അച്ഛമ്മ പറയുന്ന നേരത്ത് അതിന് അച്ഛമ്മ അത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവുകയില്ല വർഷം മോളെ, അച്ഛമ്മ നേരിട്ട് തന്നെ ചെല്ലണമെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. ശ്രുതി എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവി വേഗം നേടാ ശ്രുതി ഇത് അച്ഛമ്മ പോകുന്നു എന്ന് വിളിച്ച് പറയണം. അങ്ങനെ ശ്രുതിയും കൂടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രുതി ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. അച്ഛമ്മയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നത്, അച്ഛമ്മ പോവുകയാണ്, അച്ഛമ്മേനി എന്നാ വരികയെന്ന് ചോദിക്കുന്ന നേരത്ത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് അച്ഛമ്മ മറുപടി പറയുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്കില്ലേ വരികയെന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത് ഒരാഴ്ചയില്ല 2 ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. പാലറടച്ചിട്ട് സന്തോഷം കണ്ടില്ല, അച്ഛമ്മ പോകുന്നതിന്റെ സന്തോഷമാണ്, ഇനിയിപ്പോൾ വീട്ടിൽ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് പോ സച്ചി എന്ന്, എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ്. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അതെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാണ്, അവരുടെ മുഖം കണ്ടില്ലേ എന്ന് ശ്രുതി പറയുന്ന നേരത്തെ വർഷ പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും ശ്രുതി അടുത്തിടെ മുഖം ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെ സങ്കടം വരുന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് അതെങ്ങനെയാണ്, ചിലർക്ക് സങ്കടം വരുമ്പോൾ ചിരിക്കുകയും സന്തോഷം വരുമ്പോൾ കരയുകയും ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ ശ്രുതിയേട്ടനെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ശ്രുതിയേട്ടൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വർഷ കളിയാക്കുന്നുണ്ട്. അത് ശ്രുതിക്ക് നല്ലൊരു തിരിച്ചടി കെട്ടുകയാണ്. ആ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, പിന്നെ ഞാനങ്ങ് ചെന്ന സമയത്ത് ഇവൻ കരഞ്ഞില്ല എന്നുള്ള ബാക്കി എല്ലാ രീതിയിലുള്ള എക്സ്പ്രഷൻ അവന്റെ മുഖത്തുണ്ടായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നത് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അച്ഛമ്മ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതിയോടായിട്ട് പറയുന്നത്, നല്ല രീതിയിൽ തന്നെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് തീർത്തോളണം, രേവതിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്തോളണം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അച്ഛമ്മ, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തോളാം, രേവതിയുടെ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഒരു മുടക്കവും വരുത്തുകയില്ല എന്നൊക്കെ ശ്രുതി വാക്ക് പറയാറ് കേട്ടോ. അങ്ങനെ അച്ഛമ്മ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അച്ഛമ്മ പോയി കഴിയുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഇവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ദേവിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ദേവി വന്നതിന് ശേഷം ചോദിക്കുന്നത്, രേവതി മോൾക്ക് സങ്കടമായോ എന്ന് ചോദിക്കുന്ന നേരത്ത് അമ്മ പോയി, ഇപ്പം അച്ഛമ്മയും പോയി, എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ രേവതി പറയുന്ന നേരത്തെ അമ്മയുടെ കാര്യത്ത് സങ്കടപ്പെടേണ്ട, ബാക്കി എല്ലാവരും സ്നേഹം തരാൻ മോക്കൂടി ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മയെ യാത്രയാക്കാനായിട്ട് രവിയും പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി താൻ തടവറയിൽ നിന്ന സമയത്ത് തന്നോട് നീലിമയും ഗുണ്ടയും കാണിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുന്ന നേരത്തെ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരും. ശ്രുതി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആശ്വാസമായി, അച്ഛമ്മ ഈ വീട് പോയില്ല, ഇനിയിപ്പോൾ പണിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന നേരത്തെ, അതെങ്ങനെ ശരിയാവും, അച്ഛമ്മ പറഞ്ഞത് നിന്നോട് എല്ലാ പണികളും ചെയ്യണമെന്ന്, അതല്ല എന്നാണെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിനക്ക് അടി പാഴ്സലായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് പോ ശ്രുതി എന്ന്, ഞാൻ ഈ വീട്ടിൽ പണികളൊക്കെ ചെയ്യാത്ത ഇവിടെ നിന്റെ വേലക്കാരിയാണോ എന്നൊക്കെ പറയുകയാണ്. കൂടെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ല, ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ട് പോയ സമയത്തുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്നത്തുള്ള എൻ്റെ അവസ്ഥ ഞാൻ മരണത്തെ വരെ മുന്നിൽ കണ്ടു ശ്രുതി, പക്ഷേ സച്ചിയാണ് എന്നെ വന്ന് രക്ഷിച്ചത്, സച്ചിയും ദൈവവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേ ദൈവത്തിനോട് നന്ദി പറഞ്ഞു, സച്ചിയോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, സച്ചി രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഏർപ്പാടാക്കി കുറച്ച് പേരുണ്ടായിരുന്നു, അവർ വന്ന് ശ്രുതിയെ രക്ഷിക്കുമായിരുന്നു ശ്രുതി പറയുന്ന നേരത്ത്, നീ ആരെ ഏർപ്പാടാക്കിയെന്നാണ് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ശ്രുതി പറയുന്ന നേരത്ത്, ഗുണ്ടകളുമായിട്ട് നിനക്ക് എങ്ങനെ പരിചയമെന്ന് ശ്രുതി ഒരു സംശയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ എനിക്ക് നേരിട്ട് പരിചയമല്ല, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് വഴി ഗുണ്ടകളോട് സംസാരിച്ചാൽ അവർ ശ്രുതിയെ വന്ന് രക്ഷിക്കുമായിരുന്നു, എന്തായാലും ഇതിൻ്റെ ഒരു കടപ്പാടൊന്നും സച്ചിയോട് ഇനി കാണിക്കേണ്ടതില്ല എന്നൊക്കെ ശ്രുതി പറയുകയാണ് കേട്ടോ. എന്നിരുന്നാലും ശ്രുതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ അനിയനോട് ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ശരിയാ, ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ഒരു സച്ചിയോട് വലിയ സിമ്പതി ഒന്നും കാണിക്കേണ്ട എന്നൊരു മൈൻഡ് ശ്രുതിക്കും വരുവാണേ. അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീലിമയുടെ കോള് വരുന്നത്. നീലിമയുടെ കോള് കാണുമ്പോൾ തന്നെ ശ്രുതി ഒന്ന് പരിഭ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീലിമയുടെ കോളാണെന്ന് ശ്രുതി മറുപടി പറയുകയാണ്. പേടിക്കാതെ നീ അതങ്ങ് എടുക്കുക എന്ന് ശ്രുതി പറയുന്ന നേരത്തെ കോൾ എടുത്തതിന് ശേഷം സ്പീക്കറിൽ ഇടാൻ കേട്ടോ. കോൾ എടുത്ത ഉടനെ തന്നെ നീലിമയുടെ ശ്രുതി പറയുന്നത്, നീ ആകെ ചമ്മിപ്പോയില്ല, നീ അവിടെ നിൽക്കായിരുന്നു നന്നായി, അല്ലെന്നാണെങ്കിൽ എന്നെ വന്ന് രക്ഷിച്ച സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്ന നിന്റെ ഗുണ്ടകൾ പിടിച്ചു
ഫോണിൽ നിന്ന് കണ്ണെടുത്ത് നിന്നെ ഞാൻ ഷൂട്ട് ചെയ്തേനെന്നൊക്കെ ശ്രുതി ഭയങ്കര ആർജവത്തോട് പറയുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, നീ എന്നെ ഷൂട്ട് ചെയ്യണോ? എൻ്റെ ശ്രുതി, നീ നടക്കുന്ന കാര്യം വല്ലതും പറയാം. തോക്കെടുത്ത് കഴിഞ്ഞാൽ നിന്റെ കൈ വരയ്ക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നുമല്ലെങ്കിൽ നിന്റെ കൂടെ കുറേ നാൾ ഞാൻ ജീവിച്ചല്ലേ, നീ എത്രത്തോളം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നീലിമ പറയുകയാണ്. കൂടുതൽ തന്നെ പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ അത് തിരികെ മേടിച്ചിട്ട് താൻ പോവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോക്കിയിരുന്നാൽ മതി, നിനക്ക് ഇപ്പം കിട്ടുമെന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. ഓ, നീ ഉണ്ടായിരുന്നു, നീ കണ്ടോ, നീലിമ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും നേടിയെടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ആളുകളുണ്ട്. എന്തിന് നിന്റെ അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് ഒരു ആളുകളെ ഇറക്കാൻ എനിക്ക് സാധിക്കുമെന്നൊക്കെ നീലിമ പറയുമ്പോഴത്തേക്കും ശ്രുതി ഒരു നിമിഷം പതറുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി പറയുകയാണ്, നിന്റെ ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന നേരത്തെ ഭീഷണിയല്ല, ഇത് ഞാൻ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും, ഇതിനൊന്നും എനിക്ക് പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ കൊന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നീലിമ കോള് കട്ടിയാണ്. ഇതിന് മറുപടി പറയാനായിട്ട് ശ്രുതി ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാനായിട്ട് നീലിമ തയ്യാറാവാതെ തന്നെ കോള് കട്ട് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി, നീ ഒന്നും കൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇതൊക്കെ അവളുടെ ഒരു ഭീഷണിയാണെന്ന് തന്നെ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ സമാധാനിപ്പിക്കുകയാണ് ശ്രുതി. ഇതേ നേരം തന്നെ വർഷ കള്ളം പറഞ്ഞിട്ട് തന്റെ സ്റ്റുഡിയോയിൽ ലീവ് എടുക്കുകയാണ് രേവതിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, രേവതി ചേച്ചി ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത്, ഞാൻ മാത്രമല്ല ശ്രീകാന്ത് ലീവിലാണ്, ശ്രീകാന്ത് ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാ വർഷ ഇപ്പം ലീവ് എടുത്തതെന്ന് രേവതി ചോദിക്കുന്നു. എനിക്ക് രേവതി ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ. അല്ല രേവതി ചേച്ചി ഞാൻ ഇവിടെ കൊണ്ട് എത്തിയെന്ന് ചോദിക്കുന്ന നേരത്തെ സച്ചിയേട്ടൻ കൊണ്ട് എത്തിയാണ്, കുറച്ച് നേരം ശുദ്ധമായി ശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് എത്തിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെന്തായാലും നന്നായി എന്ന് വർഷ മറുപടി പറയുന്നത്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, എനിക്ക് ദാഹിക്കുന്ന, വർഷ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വർഷയോട് പറയുന്ന നേരത്ത് വർഷ വേഗം തന്നെ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോട്ടെ. ഈ ഒരു നിമിഷമാണ് നമ്മുടെ ചെമ്പനപ്പൂവിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ കണ്ടുകൊണ്ട് നമ്മുടെ രേവതി ആകെ അതിശയിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ കൂളിംഗ് ഗ്ലാസ് ഉരിയതിനു ശേഷം ഇവർ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആർക്കും തന്നെ എന്നോട് പ്രതീക്ഷയില്ലെങ്കിൽ കുട്ടിക്ക് നല്ല പ്രതീക്ഷയല്ല, കുട്ടി അതുകൊണ്ടല്ലേ ഈ ഉമ്മറത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ആരാണെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയല്ലേ ഈ വന്നിരിക്കുന്ന ക്യാരക്ടർ ചോദിക്കുന്ന സമയത്ത് കുട്ടി, ഏത് കുട്ടി, ഞാൻ കുട്ടിയൊന്നുമല്ല, എന്നെ കണ്ടിട്ട് കുട്ടിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അങ്ങനെയല്ല, സച്ചി എനിക്ക് കുട്ടിയെ പോലെയാണ്, അതുകൊണ്ട് രേവതി കുട്ടിയും എനിക്ക് കുട്ടിയെ പോലെ തന്നെയാണ്. അവനെന്തേ, സച്ചി എന്തേ, ഞാൻ വന്നു എന്നുള്ള കാര്യം അവനെ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. സച്ചി സച്ചി എന്ന് ഉറക്ക വിളിക്കുന്ന നേരത്ത് സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്ന് രേവതി ഉറക്ക വിളിക്കുകയാണ്. രേവതിയെ വിളി കേട്ടിരുന്നു, എന്താ രേവതി, എന്താ കാര്യം എന്ന് വെച്ചോണ്ട് സച്ചി വരികയാണ്. എടാ സച്ചി, നിന്നെ കണ്ട് എത്ര നാളായിടാ എന്ന് ഇവർ ചോദിക്കുന്ന നേരത്ത് ആമി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വേളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അതേടെ ആമി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആരാണെന്നും എന്താണെന്ന് പറയാതെ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.